ഹലോ. ആ എന്താ പരിപാടി? ഓ ഒന്നുമില്ല എൻ്റെ ഗീത. ഇന്നെ അവശതയാണോ? ആ ഇന്ന് പോയ വഴിയെല്ലാം ഗതികളാ. സൗണ്ട് ഒന്നും ഇല്ലല്ലോ. സൗണ്ടൊക്കെ പോയി. അയ്യോ, എന്ത് പറ്റി? വല്ല വയ്യാഴികയായോ? വയ്യാഴികയൊന്നും അല്ല. ഇന്ന് പോയി ഒരു ബസ്സൊക്കെ കയറി രാവിലെ. ഇന്ന് ഇറങ്ങിയതായ പെണ്ണുമ്പിള്ള ഒരു ചൂരുമായിട്ട് പൊക്കി പിടിച്ചേക്കണേ കണ്ടത്. അന്നേരം ഞാൻ തീരുമാനിച്ചത് പോകുന്ന വഴിയൊന്നും കുളം പിടിക്കരുത്. പോയി അർജൻറ്റായിട്ടൊരു ബസ്സിൽ പോയി കയറി. ബസ്സിൽ കയറി ഒരു സ്ഥലത്തേക്ക് പോയി. 100 കൊടുത്തു. അയാൾ പിന്നെ തിരിച്ച് അന്നേരം ബാക്കി ഒന്നും തരുന്ന പരിപാടിയൊന്നും കണ്ടില്ല. പിന്നെ അയാൾ വരുമ്പോഴൊക്കെ എന്നോട് 10 രൂപ പിന്നെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇനിയും കൊടുക്കണമായിരിക്കും പൈസ എന്ന് ഓർത്തിട്ട് ഞാൻ ഇയാളെ കാണുമ്പോൾ മറിഞ്ഞിരുന്നു. അത് കൊള്ളാം. 100 രൂപ കൊടുത്തിട്ട് പിന്നെ മറിഞ്ഞിരുന്നു. അവിടുന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ വരുമ്പോൾ അയാൾ 10 രൂപ ചോദിച്ചു. ഞാൻ ആൾക്കാർക്ക് മറിഞ്ഞിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഇറങ്ങണ സ്ഥലം വന്നപ്പോൾ ഇറങ്ങി ബസ് നിർത്തിയ ഒറ്റ ഓട്ടം ഓടിച്ചത്. ഈ ചേട്ടൻ ബസ് കയറി എത്ര ദൂരാ പോയത്? അതൊരു 1 കിലോമീറ്റർ പോയിക്കോളും. അതിനാണോ 100 രൂപ കൊടുത്തത്? അല്ല ബാക്കി അല്ലേ ചില്ലറിയില്ല. 13 രൂപ കൊടുത്താ പോരെ? അയാൾ എപ്പോഴും 10 ചോദിച്ചിട്ടുണ്ട്. അത് 10 ചോദിച്ചത് 100 കൊടുത്തപ്പം ബാക്കി അയാളുടെ 10 എടുത്തോണ്ട് ടിക്കറ്റ് 10 ഉള്ളായിരിക്കും. ബാക്കി ഇനി തരാം 100 തിരിച്ചു തരാനായിരിക്കും ചോദിച്ചത്. ഓ എന്റെ ദൈവമേ, അയാളെ കാണാതെ ഞാൻ അയാളെ കാണുമ്പോഴൊക്കെ ആൾക്കാർക്ക് മറിഞ്ഞിരുന്നു. അപ്പൊ ബാക്കി അപ്പൊ എൻ്റെ പൈസ അത് കഴിഞ്ഞിട്ട് വേറെ എൻ്റെ കൊച്ചെ ഓടി ഒരു കടച്ച് കയറി. കാണാൻ പെട്ടെന്ന് കയറി. അല്ലെങ്കിൽ അയാൾ കാണണ്ടേ? അത് ബസ് വിട്ടുപോയി. ചേട്ടാന്ന് പറയുന്നത് പിന്നെ വിളിച്ചു. ഞാൻ ഒന്നോടെ സ്പീഡ് കൂട്ടി. ആദ്യം അന്ന് കടയിൽ കയറിയപ്പോൾ ഒരു പെണ്ണ് അവിടെ ഒരു ഇതാണ് ചെറിയ കട എല്ലാം വിൽക്കുന്ന ഒരു കടയുണ്ട്. അവിടെ കയറിയിട്ട് എനിക്ക് ചെന്ന് കയറിയാൽ പറഞ്ഞു ഹഗ് തരാൻ പറഞ്ഞു. ആ പെണ്ണ് ഒറ്റ അടി എൻ്റെ കരണക്കുറ്റിക്ക്. പിന്നെ അടിക്കാതിരിക്കോ? എന്താ അബദ്ധാ പറഞ്ഞത്? പിന്നെ എന്നാ പിള്ളേർക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരെന്നെ ഹഗ് എന്നല്ലായിരുന്നു. അയ്യോ, ഒരു ബോധവും വിവരവും ഇല്ലാതെ പിന്നെ വേറെ ആൾക്കാർ വന്നു കൂടി. എന്നാ ചേട്ടാ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹഗ് വെച്ചപ്പോൾ ഇവിടെ എന്നെ അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയും ചേട്ടാ എന്താ ചേട്ടൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് എനിക്ക് പേരും അടി കിട്ടിയത് ഓർക്കാൻ വന്നു പറയാനും തോന്നി. അപ്പോഴത്തേനും ഇവിടെ അടി കഴിഞ്ഞില്ലേ? അപ്പോൾ ഞാനോർത്ത്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ചേട്ടാ അത് അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇന്നതാ, ചേട്ടൻ ഇങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴല്ലേ വരുമേ എൻ്റെ അടി കിട്ടിയത് മീതി പൈസ 90 പോയി. അടി കിട്ടിയത് ചുവന്നിരിപ്പുണ്ട്. വീട്ടിൽ വന്നപ്പോൾ പെണ്ണുമ്പിള്ള ചോദിച്ചത് എന്നാ പറ്റിയത്. നാണക്കേട് എന്റെ പൊന്നു ചേട്ടാ. എന്തെങ്കിലും മേടിക്കാനുണ്ടേ ബാക്കി പറയാ. അടി ഈ അടി കിട്ടിയപ്പോൾ എല്ലാം മറന്നുപോയിന്നേ. അടി കിട്ടിയപ്പോ മറന്നുപോയോ? അടി കണ്ടക്ടറെ പേടിച്ച് ഇതെല്ലാം മറന്നുപോയി. എല്ലാം മറന്നു. ആകെ എനിക്ക് ഇപ്പോഴും ഒരു ബോധം വന്നിട്ടില്ല. കിളിയെ പോയല്ലോ. ശരിക്കും കഴിവ്. നിനക്ക് സന്തോഷമായില്ലേ? അയ്യോ, നീ നാളെ നിങ്ങളെ പറയായിരിക്കും. ആരോടും പറയുന്നും വേണ്ട. ഓ